ഈ ഇലക്ഷൻ കാലത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേരളത്തിൽ അന്ന് കയറി ഇറങ്ങി പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം ഒരവസരം തളികയിൽ എന്നതുപോലെ CPM കിട്ടുകയാണ്. കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യമൊക്കെ അറിയാലോ. ഇപ്പോൾ ഡൽഹിയിൽ ഇപ്പോൾ ആം ആദ്മി പാർട്ടി ക്ഷീണിച്ചാൽ നിങ്ങളെ സംബന്ധിച്ച് ഒരു ഫൈറ്റിംഗ് ചാൻസ് ഉള്ള സ്ഥലമാണ്. ലോക്സഭാ ഇലക്ഷനിൽ പ്രത്യേകിച്ചും വലിയ മേധാവിത്വമുള്ള സ്ഥലമാണ്. പക്ഷേ കേരളം അങ്ങനെയല്ല. അപ്പോൾ കേരളത്തിൽ ED വിട്ട് CPM പിടിച്ചാൽ സ്വാഭാവികമായി അതിന്റെ ഇലക്ടറൽ ഗെയിൻസ് ഉണ്ടാവുക അവർക്ക് തന്നെയാണെന്നുള്ളതാണ് നമ്മുടെ കോമൺ സെൻസ്. ആരുടെ കോമൺ സെൻസ്? അഭിലാഷിന്റെ കോമൺ സെൻസ് ആയിരിക്കും. കേരളത്തിലെ ജനങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. കാണാം തെരഞ്ഞെടുപ്പൊക്കെ ഇനി നടക്കുന്നു. കാണാം. പശ്ചിമ ബംഗാളിൽ കഷായത്തിന് കൂട്ടാൻ ആളില്ലല്ലോ. ഞാനൊക്കെ സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ എൻ്റെ നാട്ടിലും കോഴിക്കോട്ടും കൊയിലാണ്ടിയിലും ബാലുശ്ശേരിയിലൊക്കെ പൊതുകം നടത്തി മാർക്സിസ്റ്റുകാർ പ്രസംഗിക്കായിരുന്നു. ബംഗാളിലേക്ക് നോക്കൂ. അവിടെ സഖാവ് ജ്യോതി ബാസുവിന്റെ ഭരണം അതിശക്തമായി മുന്നോട്ട് പോവുകയാണെന്ന്. എവിടെയായി ഇപ്പോൾ ജ്യോതി ബാസു ഇല്ല, ബുദ്ധദേവ് ഭട്ടാചാര്യ ഒരു MLA പോലും ഇല്ല. അതുകൊട്ടെ ഇത് കോൺഗ്രസിന്റെ ഡൽഹി PCC പ്രസിഡന്റ് ചൗധരി അനിൽകുമാറിന്റെ കത്താണ്. അതായത് പരാതിയാണ്. ആർക്കറിയോ? രാജേഷ് ആസ്ഥാന എന്ന് പറയുന്ന കമ്മീഷണർ ഓഫ് പോലീസ് ഡൽഹി, തീയതി 3/6/2022. ഇതിലൊരു വാക്കുണ്ട്, അത് മാത്രം ഞാൻ വായിക്കാം. മൾട്ടി ക്രോർ സ്കാം ഇൻ ഇല്ലീഗൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലിക്കർ ലൈസൻസസ്. അതിന്റെ സബ്ജക്റ്റാണ് ടു ഷെൽ കമ്പനീസ് ഓഫ് ഒയാസിസ് ഗ്രൂപ്പ് violating terms and conditions of new excise policy 2021-22 by ആം ആദ്മി പാർട്ടി ലെഡ് ഗവൺമെന്റ്. ഇത് കോൺഗ്രസുകാർ എഴുതി കൊടുത്ത പരാതിയാണ്. ആം ആദ്മി പാർട്ടിയുടെ നേതാക്കന്മാരായ അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോഡിയയും സത്യേന്ദ്ര ജെയിനും സഞ്ജയ് സിംഗും ഒക്കെ ജയിലിൽ കിടക്കുന്നുണ്ടെങ്കിൽ നാളെ ആശിത്യോ അവര് നാളെ ജയിലിൽ പോവുകയാണെങ്കിൽ അതിന് ഉത്തരവാദി ചൗധരി അനിൽകുമാറിന്റെ ഈ പരാതിയാണ്. ഈ പരാതി എഴുതി കൊടുത്തിട്ട് സെറ്റിംഗ് ദി ലോ ഇൻ ടു മോഷൻ ഒരു FIR ഇടുമ്പോഴാണ് നിയമത്തിന്റെ ആ മെഷീനറി പ്രവർത്തനം ആരംഭിക്കുന്നത്. അത് ആരംഭിപ്പിച്ചിട്ട് അവരെയൊക്കെ കേസിൽ പ്രതിയാക്കുന്ന സാഹചര്യം സൃഷ്ടിച്ച് അന്വേഷണത്തിൽ കള്ളപ്പണ ഇടപാട് കണ്ട് അതൊക്കെ മോണോപ്പൊളിയാണെന്ന് ഡൽഹി ഹൈക്കോടതി പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കി. ഈ സുപ്രീം കോടതി പ്രഥമ ദൃഷ്ട്യാ 338 കോടി രൂപയുടെ ഇടപാട് നടന്നിട്ടുണ്ടെന്നും അതിന് 100 കോടി ട്രാൻസ്ഫർ ആയിട്ടുണ്ടെന്നും സുപ്രീം കോടതിയെ കൊണ്ടുവരെ പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടാണ് കോൺഗ്രസുകാർ ഇന്നലെ റാലിക്ക് പോയത്. ഇതൊക്കെ ഒപ്പിച്ചിട്ടാണ്. എനിക്ക് കോൺഗ്രസുകാരോട് ഒറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ. നാളെ അഥവാ കരുവന്നൂർ കേസിൽ AC മൊയ്തീനോ ഇനി അതല്ലെങ്കിൽ മാസപ്പടി കേസിൽ വീണ വിജയനോ കടുത്ത നടപടിക്ക് വിജയരായാൽ അവിടെയൊക്കെ ED അന്വേഷണം ഉണ്ടല്ലോ. നിങ്ങൾ ഇതേപോലെ റാലി നടത്താൻ പോവുമോ? തിരുവനന്തപുരത്ത് കമ്മ്യൂണിസ്റ്റുകാരെ കൂടെ ഇതേപോലെ റാലി ആദ്യം പറയണം. നിങ്ങൾ ഇത് ചെയ്തിട്ടാണ്, നിങ്ങളാണ് ഈ പരാതി ആദ്യത്തെ പരാതി കൊടുക്കുന്നത് നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റാ. ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആരാ? നിങ്ങൾക്കറിയില്ല അയാളുടെ ഉത്തരവാദിത്വം എന്താന്ന്? വായ തോന്നി പറയാൻ ലൈസൻസ് ആളല്ലേ? അത് എഴുതി കൊടുത്ത പരാതി ലെറ്റർ പാഡ് ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ലെറ്റർ പാഡിൽ ഇങ്ങനെ ഓരോ നിയമ നടപടികൾക്ക് തുടക്കം കുറിച്ച് അത് അതിന്റെ യുക്തിസഹമായ പരിണാമത്തിലെത്തുമ്പോൾ നിങ്ങൾ പ്രതികളുടെ കൂടെ പോയിട്ട് ജാഥ നടത്തുക. നിങ്ങൾക്ക് നാണമില്ല? ഇന്നലെ അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി ഒഴിച്ചിട്ട കസാല ഒഴിച്ചിട്ട റാലിയിൽ പോയി പങ്കെടുക്കാൻ. പിന്നെ റാലിന്റെ കഥ ഞങ്ങൾക്കറിയാം. ഇന്നത്തെ വിഷ്വൽസ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. മീററ്റിൽ നരേന്ദ്രമോദി, മീററ്റിലെ പശ്ചിമ UPയിലെ ഒരു ഡിവിഷനാണ്, 5-6 ജില്ലയുള്ള ഒരു ഡിവിഷൻ. ആ ഡിവിഷനിൽ നരേന്ദ്രമോദി നടത്തിയ റാലിയിൽ പങ്കെടുത്തതിന്റെ 4-1 ആൾ ഇന്നലെ രാംലീല മൈതാനിയിലില്ല. അതാണ് സത്യം. അതവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ CPMന്റെ അരുൺകുമാർ പറയുന്നു ഞങ്ങൾ വേട്ടയാണെന്ന്. എന്താ അരുൺകുമാറെ? 303 സീറ്റുണ്ട് BJPക്ക് ഇപ്പോൾ നിലവിൽ. അതിൽ ഒരു സീറ്റ് നിങ്ങളെ കൊണ്ട് തോൽപ്പിക്കാൻ പറ്റുമോ? 2019 ഞങ്ങൾക്ക് കിട്ടിയ 303 സീറ്റിൽ ഒരു സീറ്റ് നിങ്ങളെ കൊണ്ട് ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റുമോ? ഉത്തർപ്രദേശിൽ ഞങ്ങളെ തോൽപ്പിക്കാൻ നിങ്ങളെ കൊണ്ടാവുമോ? പറ്റുമോ? മധ്യപ്രദേശിലോ രാജസ്ഥാനിലോ ഗുജറാത്തിലോ ഇനി കർണാടകയിൽ തൊട്ടടുത്ത് മംഗലാപുരം സീറ്റ് തൊട്ടടുത്ത് ബ്രിജേഷ് ചൌട്ടി മത്സരിക്കുന്നുണ്ട്. നേരത്തെ നളിനായിരുന്നു, ഇപ്പൊ ബ്രിജേഷ് ചൌട്ടിയാണ്. അവിടെ നിങ്ങളൊന്ന് തോൽപ്പിച്ചു തരുമോ? നിങ്ങളെ കൊണ്ട് ഞങ്ങളെ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഞങ്ങളുടെ ഒരു MP സീറ്റ് പോലും തോൽപ്പിക്കാനാവില്ല. പിന്നെ നിങ്ങളെ രാഷ്ട്രീയമായി വേട്ടയാടേണ്ട ആവശ്യം ഞങ്ങൾക്ക് എന്താ? നിങ്ങൾ അതിന് മാത്രം ഒന്നുമുള്ള വലിപ്പം നിങ്ങൾക്കില്ല. നിങ്ങൾ ഉണ്ടാക്കി വെച്ച പ്രശ്നമാണ് കരുവന്നൂർ. നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചിട്ടാ കരുവന്നൂരിലെ പണം തട്ടിയത്? നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചിട്ടാ അവിടെ ചികിത്സിക്കാൻ പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് പണം കൊടുക്കാതിരുന്നത്? നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചിട്ടാണോ ആ കണ്ണൂരുകാരനുമായി സഹകരിച്ച് ഈ വ്യാജ ലോൺ എടുത്ത് ആ പണമൊക്കെ തിരിമറി ചെയ്തത്? ഞങ്ങളോട് ചോദിച്ചിട്ടാ? ഞങ്ങൾ പറഞ്ഞിട്ടാ ആണോ? അവസാനം ചികിത്സിക്കാൻ പണമില്ലാത്തവന് സുരേഷ് ഗോപിയാണ് പണം കണ്ടെത്തി കൊടുത്തത് ചികിത്സിക്കാൻ. അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ ഒപ്പിച്ചു വെച്ച വിനയാണ്. നിങ്ങൾ CMRL നിന്ന് വീണ വിജയന്റെ കമ്പനി ഒരു ജോലിയും ചെയ്തു കൊടുക്കാതെ 1,72,00,000 രൂപ വാങ്ങിയത് ഞങ്ങളോട് ചോദിച്ചിട്ടാ? ഞങ്ങൾ പറഞ്ഞിട്ടാ? നിങ്ങൾ ഓരോന്ന് ഒപ്പിച്ചിട്ടല്ലേ? നിങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ സമ്മതമില്ലാതെ കിഫ്ബിയിലൂടെ വിദേശത്ത് നിന്ന് പണം കൊണ്ടുവന്നത് ഞങ്ങളോട് ചോദിച്ചിട്ടാ? ഞങ്ങൾ പറഞ്ഞിട്ടാ? നിങ്ങൾ ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട് അതിന്റെ പരിണത ഫലം നിങ്ങൾ അനുഭവിക്കുമ്പോൾ ഞങ്ങൾ രാഷ്ട്രീയമായി വേട്ട അതിന് മാത്രമൊന്നും ഇല്ല അനിൽകുമാറെ. വെറുതെ നിങ്ങൾ വലിപ്പം പറയണ്ട. അതിനുള്ള വലിപ്പവും ഇനി അങ്ങനെ തന്നെ പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പകപോക്കലിൽ ഞങ്ങൾക്ക് നടത്താൻ മാത്രമൊന്നും നിങ്ങളില്ല. പിന്നെ എന്തിനാ ബഹളം ഉണ്ടാക്കുന്നത്?